നമസ്കാരം. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് കാനഡ. വികസിത പാശ്ചാത്യ രാജ്യം കൂടിയാണത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂപ്രദേശമുള്ള രണ്ടാമത്തെ രാജ്യവും ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യവുമാണിത്. വലുപ്പത്തിൽ മുന്നിലാണ് എങ്കിലും സമീപമുള്ള അമേരിക്കയെ അപേക്ഷിച്ച് കാനഡയിൽ ജനവാസം വളരെ കുറവാണ്. ആർട്ടിക് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ മിക്ക സ്ഥലങ്ങളും മഞ്ഞുമൂടി തണുത്ത് ജനവാസ യോഗ്യമല്ലാത്തതിനാലാണിത്. ഭൂരിപക്ഷം ജനങ്ങളും ഇംഗ്ലീഷ് യൂറോപ്യൻ വംശജരാണ്. പ്രധാന ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. നിയമപരമായ കുടിയേറ്റത്തിന് ഈ ഭാഷകളിലെ പ്രാവീണ്യം അനിവാര്യമാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ ഗ്രൂപ്പായി ഫ്രഞ്ച് കമ്മ്യൂണിറ്റി നിലകൊള്ളുന്നു. ഫ്രഞ്ച് സംസാരിക്കുന്നവർ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നവരെ അവർക്ക് ഇഷ്ടപ്പെടില്ല. മാത്രമല്ല, അത് സംസാരിക്കുന്നവരെ അവർ കഠിനമായി വിമർശിക്കുകയും ചെയ്യുന്നു. അവരുടെ ജോലിസ്ഥലങ്ങളിലും അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് അടിസ്ഥാന ഫ്രഞ്ച് മാത്രം അറിയാവുന്നവരെയും നിയമിക്കുന്നത് ഒഴിവാക്കുന്നു. ചുരുക്കത്തിൽ, ഇത്തരത്തിൽ തമ്മിലടിക്കുന്ന കനേഡിയൻ ജനതയ്ക്കുള്ളിലാണ് പിന്നീട് അവിടേക്ക് വന്ന കുടിയേറ്റക്കാർ സ്വാധീനം ഉറപ്പിക്കുന്നതും പിന്നീട് വലിയ കമ്മ്യൂണിറ്റിയായി മാറുന്നതും. ഖലിസ്ഥാനികൾ കാനഡയിലെ അത്തരമൊരു കമ്മ്യൂണിറ്റിയായി ഇന്ന് മാറിയിരിക്കുന്നു. കാനഡ അല്ലെങ്കിൽ കാനഡയിലെ രാഷ്ട്രീയക്കാർ എന്തുകൊണ്ടാണ് ഖലിസ്ഥാനെ പിന്തുണയ്ക്കുന്നത്? അതിന് കാരണം കനേഡിയൻ രാഷ്ട്രീയത്തിൽ കാലങ്ങളായുള്ള ഖലിസ്ഥാൻ ഭീകരരുടെ സ്വാധീനമാണ്. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഖലിസ്ഥാനികളെ പിന്തുണച്ചതിന് കാരണം ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗിൻ്റെ പിന്തുണ ലഭിക്കാനായിരുന്നു. ജഗ്മീത് സിംഗ് ഖലിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ ആരാധകൻ മാത്രമല്ല, ഇന്ത്യക്കും ഹിന്ദുക്കൾക്കുമെതിരെ പതിവായി വിദ്വേഷം നിറഞ്ഞ പ്രതിഷേധങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു രാജ്യദ്രോഹി കൂടിയാണ്. ട്രൂഡോ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ കാനഡ ഇന്ത്യ വിരുദ്ധരുടെയും ഖലിസ്ഥാൻ അനുകൂലികളുടെയും ഒരു സങ്കേതമായിരുന്നു. ഖലിസ്ഥാൻ നേതാക്കളും അനുയായികളും കാനഡയിലെ തെരുവുകളിൽ കലാപവും അക്രമവും സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ വിഭജനത്തിനും അവരുടെ ആ ലക്ഷ്യത്തെ പിന്തുണയ്ക്കാത്ത ഇന്ത്യൻ പൗരന്മാരെ കൊല്ലാനും പരസ്യമായി ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് കാനഡയുടെ അധികാര കസേരയിൽ ഇരുന്നിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവായ പിയറി ട്രൂഡോ ഇതിന് മൗനമായ അനുവാദവും നൽകി. അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിക്ക് തൊട്ടു പിന്നാലെ ആയിരക്കണക്കിന് സിഖുകാർ വാൻകൂവറിൽ പ്രതിഷേധിക്കുവാൻ ഒത്തുകൂടി. വാൻകൂവറിൽ നിന്നുള്ള മെക്കാനിക്കായ ഇന്ദർജിത് സിംഗ് റയാത്ത് ആയിരുന്നു പ്രതിഷേധക്കാരുടെ നേതാക്കളിൽ ഒരാൾ. ഇയാളാണ് പിന്നീട് എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം സ്ഫോടനത്തിൽ തകർക്കാൻ ഉപയോഗിച്ച ബോംബുകൾ നിർമ്മിച്ചത്. ഖലിസ്ഥാനികളുടെ പരമോന്നത നേതാവായിരുന്ന തൽവീന്ദർ സിംഗ് പർമർ ഖലിസ്ഥാൻ എന്ന ലക്ഷ്യത്തിനായി കാനഡയിൽ ഉടനീളമുള്ള ആളുകളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ഫണ്ട് പിരിക്കുമ്പോൾ പിയറി ട്രൂഡോയുടെ സർക്കാർ ഒന്നും ചെയ്തില്ല. ഇന്ത്യൻ സർക്കാർ പർമറിനെ കൈമാറുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും കാനഡ വഴങ്ങിയതുമില്ല. ഖലിസ്ഥാൻ എന്ന ആശയത്തെയും അതിൻ്റെ വിദ്വേഷ പ്രചരണങ്ങളെയും പരസ്യമായി വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട കാനഡയിലെ സിഖുകാർക്ക് പോലും വലിയ വില നൽകേണ്ടി വന്നു. ഖലിസ്ഥാനികളെ വിമർശിച്ച അഭിഭാഷകനും കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റുമായ ഉജ്ജൽ ദോസാഞ്ചിനെ 1985 വാൻകൂവറിലെ തൻ്റെ ഓഫീസിൻ്റെ പാർക്കിംഗ് സ്ഥലത്ത് കാർ തുറക്കുന്നതിനിടെ ഭീകരർ ഇരുമ്പ് വടികൊണ്ട് ആക്രമിച്ചു. ആക്രമണത്തിൽ ദോസാഞ്ചിൻ്റെ വിരലുകൾ ഒടിഞ്ഞു, താടിയെല്ല് അറ്റുപോയി. തലയോട്ടി ഒരുമിച്ച് പിടിക്കാൻ 84 തുന്നലുകൾ ആവശ്യമായി വന്നു. അക്രമിയെ പിന്നീട് പിടികൂടിയെങ്കിലും പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ വിട്ടയക്കുകയാണ് ചെയ്തത്. നീതി ഉറപ്പാക്കാൻ പതിവ് പോലെ കനഡിയൻ സർക്കാർ ഒന്നും ചെയ്തില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന മറ്റൊരു സംഭവത്തിൽ ടൊറൻഡോ പട്ടണത്തിൽ ഹിന്ദു സിഖ് ഫോറത്തിലെ ബൽരാജ് ഡിയോളിനെ കുൽവീന്ദർ സിംഗ് മാൽഹി എന്ന ഖലിസ്ഥാൻ ഭീകരൻ ക്രൂരമായി ആക്രമിച്ചു. കുറ്റവാളിക്കെതിരെ ഇത്തവണയും ഒരു നടപടിയും കനഡിയൻ സർക്കാർ സ്വീകരിച്ചില്ല. പിന്നീട് മാൽഹി പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ടിയുള്ള ഒരു പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുകയും പിന്നീട് ഇന്ത്യയിലേക്ക് കടക്കുകയും ചെയ്തു. 1987 പഞ്ചാബിൽ 38 ഹിന്ദുക്കളായ ബസ് യാത്രക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ ഇയാൾ പങ്കാളിയായിരുന്നു. ഹിന്ദുക്കളെ ബസ്സിന് നടുവിൽ കൂട്ടിയിട്ട് ഇരുവശത്തു നിന്നും വെടിവെച്ചു. ഒടുവിൽ മാൽഹിയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നും കാനഡയിൽ മാൽഹിയെ മഹത്വവൽക്കരിക്കുന്നുണ്ട്.
കാനഡയിലെ ഏറ്റവും വലിയ ഗുരുദ്വാരയായ ഡാൾട്ടൺ ഗുരുദ്വാരയിൽ തോക്കുകൾക്കൊപ്പം ഇയാളുടെ ചിത്രവും പ്രദർശിപ്പിച്ചിരിക്കുന്നു. തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതിൽ ജസ്റ്റിൻ ട്രൂഡോ ഒരു തെറ്റും കണ്ടില്ല. അയാളുടെ പിതാവും ഒരു തെറ്റും കണ്ടില്ല. കനിഷ്ക വിമാനാക്രമണം ഇന്ത്യ വിരുദ്ധ ഭീകരപ്രവർത്തനങ്ങളോട് കാനഡ എത്രത്തോളം നിസ്സംഗത പുലർത്തുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. 1985 ജൂൺ 23 മോൺട്രിയൽ, ലണ്ടൻ, ദില്ലി, മുംബൈ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം കനേഡിയൻ സിഖ് തീവ്രവാദികൾ ബോംബ് സ്ഫോടനത്തിലൂടെ ആകാശത്ത് വച്ച് തകർക്കുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 329 പേരും മരിച്ചു. അവശിഷ്ടങ്ങൾ 31,000 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിച്ചത്. ഏറ്റവും വിഷമകരമായ കാര്യമെന്നത് 131 മൃതദേഹങ്ങൾ മാത്രമേ ഇന്ന് വരെയും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏകദേശം 2 പതിറ്റാണ്ടുകളായി തുടർന്നു. സംഭവം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ കനേഡിയൻ അധികൃതരുടെ തുടർച്ചയായ പിഴവുകൾ പരാമർശിച്ചു. ചുരുക്കം ചില പ്രതികളെ മാത്രമേ പിടികൂടിയുള്ളൂ. ഇന്ദർജിത് സിംഗ് റയാത്ത് എന്നയാൾ മാത്രമാണ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കോടതി എന്ന് പറയുന്നത് കനേഡിയൻ കോടതി. എന്നാൽ കുറച്ച് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം അയാളെ വിട്ടയക്കുകയും സ്വതന്ത്രനായി ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഖലിസ്ഥാനികൾക്കായി ഇന്ത്യൻ സർക്കാരുമായി പോലും കാനഡ തർക്കിച്ചു. എന്നാൽ അവർ പാലൂട്ടി വളർത്തുന്നത് ഭീകരരെ ആണ് എന്ന സത്യം അവർ മറന്നു. പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ഭീകരർ ഇന്ന് പാകിസ്ഥാനെ പങ്കിട്ടെടുക്കുവാൻ മത്സരിക്കുകയാണ്. അതേ വഴിയിലാണ് ഖലിസ്ഥാൻ തീവ്രവാദികളും. അതിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകുന്ന ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കനേഡിയൻ നഗരമായ വാൻകൂവറിൽ നടന്ന ഒരു റാലി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഖലിസ്ഥാൻ ഭീകരർ തൻ്റെ ഫോൺ തട്ടിയെടുത്ത് കയ്യേറ്റം ചെയ്തതായി കനേഡിയൻ പത്രപ്രവർത്തകനായ മോച്ചെ ബെർസകൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് വാൻകൂവർ നഗരത്തിൽ നടന്ന റാലിക്കിടെയായിരുന്നു സംഭവം. ഖലിസ്ഥാൻ ഭീകരർ കൊള്ളക്കാരെ പോലെയാണ് പെരുമാറിയത് എന്നും അവരുടെ ഭീഷണി തന്നെ ഭയപ്പെടുത്തുന്ന തരത്തിലായിരുന്നുവെന്നും സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ ബെസിർഗൻ പറയുന്നു. 2 മണിക്കൂർ മുമ്പാണ് ഇത് സംഭവിച്ചത്. ഞാൻ ഇപ്പോഴും വിറയ്ക്കുകയാണ്. കൊള്ളക്കാരെ പോലെ പെരുമാറിയ ഒരു കൂട്ടം ഖലിസ്ഥാനികൾ എന്നെ വളഞ്ഞു. അവർ എന്നെ ഭീഷണിപ്പെടുത്തി, കയ്യേറ്റം ചെയ്തു. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുത്തു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഘാതകർ ഉൾപ്പെടെയുള്ളവരെ ആദരിക്കാനാണ് ഖലിസ്ഥാനികൾ ഒത്തുകൂടിയത്. ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അയാൾ എൻ്റെ വളരെ അടുത്ത് വന്നു. പിന്നെ പെട്ടെന്ന് 2-3 പേർ എന്നെ വളഞ്ഞു. എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നു. ഞാൻ എൻ്റെ ക്യാമറയിൽ റെക്കോർഡിംഗ് ആരംഭിച്ച ഉടനെ അവർ മുഖം തിരിച്ചു. പക്ഷേ ഒരാൾ എൻ്റെ നേരെ നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ അയാൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി. എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങളിൽ റാലിയിൽ ഉടനീളം അയാൾ എന്നെ പിന്തുടരുന്നതും കാണാനാകും, ബെസിർഗൻ പറയുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.